മണി ആൻഡ് ഇക്കോണമി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ റിസർവ് ബാങ്കിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കുകളെ പറ്റിയിട്ടും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ എന്താണ് ബാങ്ക് അല്ലെങ്കിൽ NBFC അല്ലെങ്കിൽ NBFI അല്ല NBFI എന്ന് പറയുന്നത്? അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. എന്താ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ അധികമായിട്ടുള്ള പൈസയെ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആവശ്യക്കാരന് ലോണായിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ബേസിക് ആയിട്ട് വരുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ എന്താ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ KSFE എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, LIC. ഇവിടെയും ധന ഇടപാടുകൾ തന്നെയല്ലേ നടക്കുന്നത്. എന്നാൽ അവർ ബാങ്ക് തരുന്ന പോലത്തെ ബേസിക് സേവനങ്ങളാണോ തരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അവർ ഇൻഷുറൻസ് തരുന്നതുകൊണ്ട്, ചില ചിട്ടിക്ക് വേണ്ടി പോകുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, എന്താണ് ബാങ്ക് അല്ലെങ്കിൽ NBFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻസ് ആൻഡ് ബിസിനസ്സസ്. അല്ലെ, വ്യക്തിക്കോ സ്ഥാപനത്തിനോ അതുപോലെ ബിസിനസ്സുകൾക്കോ സാമ്പത്തിക സേവനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കും NBFI എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ബാങ്കുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാങ്കുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകളെന്നും മറ്റൊന്ന് കോഓപ്പറേറ്റീവ് ബാങ്കുകളെന്നും. അപ്പോൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ബാങ്കുകൾ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ പറ്റും? രണ്ടായിട്ട് അല്ലേ. ഫിനാൻഷ്യൽ സർവീസസ് ടു ഇൻഡിവിജ്വൽസ്. ബാങ്ക്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതിലാദ്യം നോക്കുക, എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പോകുന്ന എല്ലാ ബാങ്കുകളും, ഫോർ എക്സാമ്പിൾ SBI, കാനറ, അതുപോലെ വരുന്ന മറ്റ് ബാങ്കുകളൊക്കെ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാണ്? അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ SBIക്ക് ഒരു മുതലാളി ഉണ്ടാകും. ഒരു വ്യക്തിയാകണമെന്നില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് അവരായിരിക്കും അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് അല്ലേ. ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. പ്രധാന ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആണ്. എല്ലാ ബാങ്കിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ എന്താ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ഇപ്പോൾ പറയുമ്പോൾ പലർക്കും പരുങ്ങലും വിഷമവും ഒക്കെ ആയിരിക്കും അല്ലേ. പല സ്ഥലങ്ങളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലെ സാമ്പത്തിക തിരിമറിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാർത്തകൾ കാണുന്നതാണ്. അപ്പോൾ എന്താ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് നടത്തിക്കുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾ ചേർന്നിട്ടാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും? ക്ഷീര കർഷകരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആർക്ക് അവിടെ മെമ്പർഷിപ്പ് ഇട്ടാറുള്ളൂ? ക്ഷീര കർഷകർക്ക്. അവർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അവരെന്താണ്, ഒരു ബാങ്ക് ഫോം ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ക്ഷീര കർഷകർക്കുണ്ട്, സാധാ കർഷകർക്കുണ്ട്, ഗവൺമെൻറ് സർവൻസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, കുറച്ച് ആൾക്കാർക്ക് ഒരേ തൊഴിൽ ചെയ്യുന്നവരോ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാർക്ക് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അതൊരു കോഓപ്പറേറ്റീവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കോഓപ്പറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ചെയ്യുന്നത് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും കൂടി ചെയ്യുന്നത്. അതാണ് കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എയിം എന്ന് പറയുന്നത് സേവനം കൂടെ അതിനകത്ത് വരും. സാധാ ബാങ്കുകളെ പോലെ അത്ര കണിശമായ നിയമങ്ങളൊന്നും ആവത്തില്ല. അവിടെ എന്താണ്? സേവനങ്ങൾ കൂടെ എന്ത് ചെയ്യും? അവിടെ ഉൾപ്പെടുക അല്ലെങ്കിൽ സേവനം കൂടി ചെയ്യുക എന്നുള്ളതാണ് അവിടെ എയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളാണ് നമ്മുടെ കേരള ബാങ്ക്. കേരള ബാങ്ക് നിങ്ങളെല്ലാവരും നാട്ടിൽ ഒരു കേരള ബാങ്കിൻ്റെ ഒരു ശാഖയെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. കോപ്പറേറ്റീവ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള പല കോപ്പറേറ്റീവുകളെയും കൂടി ചേർത്തിട്ട് വന്നൊരു ബാങ്കാണ് എന്ത്? കേരള ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാങ്കുകളുടെ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ, കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വലിയ ബാങ്കുകളൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. എന്നാൽ ചെറുകിട രീതിയിൽ നാട്ടിൻപുറത്ത് എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് തുടങ്ങുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യത്യാസം എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത് എല്ലാം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ പ്രധാനമായിട്ടും ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. സേവനം കൊടുത്തിട്ട് തന്നെയാണ്, ചുമ്മാ ഒന്നുമല്ല. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ഷീര കർഷകർ, എനിക്ക് നല്ല പരിചയമുള്ള ഒരു ബാങ്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ക്ഷീര കർഷകർക്ക് എന്ന് പറയുമ്പോൾ പശുവിനെ വാങ്ങാൻ ലോൺ കൊടുക്കുക, കാലിത്തീറ്റ വാങ്ങാൻ ലോൺ കൊടുക്കുക, അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും അവിടെ അവർ കൂടുതൽ എന്ത് ചെയ്തത്, കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഡെപ്പോസിറ്റുകൾ, ചെറിയ ചെറിയ ലോണുകളൊക്കെ അവിടെ കൊടുക്കും. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ട്രഡീഷണലായിട്ട് ബാങ്കുകൾ കൊടുക്കുന്നതല്ലാതെ മറ്റു കുറച്ച് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഷെയർ മാർക്കറ്റ് പരിപാടി, ഇൻഷുറൻസ്, ലീസിങ്, ചിട്ടി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. പലരും നോർമൽ ബാങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാറില്ല. ഇവർക്ക് ഫുൾ ബാങ്ക് ലൈസൻസ് കിട്ടാറുമില്ല.
അതായത് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകൾക്കും കൊടുക്കുന്ന ലോണുകൾക്കും ഒക്കെ എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട്. സാധാരണ ബാങ്ക് ചെയ്യുന്ന പരിപാടിയല്ല ഇവർ ചെയ്യുന്നത് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഉദാഹരണം വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതൊക്കെയായിരിക്കും ഉദാഹരണം? ഞാൻ പറഞ്ഞ KSFE, LIC, രണ്ട് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ ബാങ്കിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കുകയാണ്. ആദ്യം വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ബാങ്കുകളുടെയൊക്കെ തലപ്പത്തുള്ള ബാങ്ക് ഏതാ? റിസർവ് ബാങ്ക്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 34 വന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ 2ാം ഷെഡ്യൂളിൽ പറഞ്ഞതനുസരിച്ച് നിലവിൽ വരുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. സോ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ലൈസൻസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസസ്. ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് സർവീസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെ വരുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ 2ാം ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. പലതരം കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. ഇവിടെ കുറേ ബാങ്കുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പേര് വെച്ച് പഠിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഉദാഹരണം വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം വരുന്നു പബ്ലിക് സെക്ടർ ബാങ്ക്. ഏറ്റവും നല്ല ഉദാഹരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഷെയറിങ്ങിൽ കൂടുതലും ആർക്കാണ്? ഗവൺമെൻറ്റിലാണ് ഷെയർ. മനസ്സിലാക്കണം, ഇത് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് നടത്തുന്ന സ്ഥാപനം എന്ന് വിചാരിക്കരുത്. ഈ പറയുന്ന ബാങ്കിൻ്റെ ഷെയറുകളിൽ കൂടുതൽ ബാങ്കിൻ്റെ കയ്യിൽ അല്ലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്രൈവറ്റ് ബാങ്ക് ഇതൊരു വ്യക്തിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലോ മാത്രമായിരിക്കും. ഗവൺമെൻറ്റിന് വലിയ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. ഉദാഹരണം HDFC ബാങ്ക്. അടുത്ത് സ്മോൾ ഫിനാൻസസ് ബാങ്ക്. ഉദാഹരണം ഇസാഫ് ബാങ്ക്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്നൊരു ബാങ്കാണെന്ത്? ഇസാഫ് ബാങ്ക്. സ്മോൾ ഫൈനാൻസുകൾക്ക് വേണ്ടി ചെറുകിട ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പേയ്മെൻറ്റ് ബാങ്ക്, എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കുകൾ വന്നിട്ടുണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയായിരിക്കും. ഫോർ എക്സാമ്പിൾ നബാർഡ് എന്ന് പറയുന്ന ബാങ്ക്. ഓക്കെ, നബാർഡ് ബാങ്ക് കേട്ടിട്ടുണ്ടാവും. ഈ നബാർഡിൻ്റെ കീഴിൽ വരുന്ന ബാങ്കുകളും ഉണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്, RRBs എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ കേരള ഗ്രാമീൺ ബാങ്ക്, കർഷകരാണ് കൂടുതൽ അല്ലേ. റീജിയണൽ റൂറൽ, അപ്പോൾ റൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന ബാങ്ക്. ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് അതുപോലെ ഓരോ ജില്ലകളിലും ഉണ്ട്. ഇത് ബംഗ്ലാദേശിൽ നിന്നാണ് തുടങ്ങുന്നതൊക്കെ, അത് വേണ്ട. ഇനി ഫോറിൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കുണ്ട്. എന്ന് വെച്ചാൽ ഈ ബാങ്കിൻ്റെ ആസ്ഥാനം ഇന്ത്യയിലായിരിക്കത്തില്ല, വിദേശത്തായിരിക്കും. ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, HSBC എന്ന് പറയുന്ന ബാങ്ക് ഇന്ത്യൻ ബാങ്ക് അല്ല, വിദേശത്തുള്ള ബാങ്കാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ബാങ്കുകൾ പലതരത്തിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ. അതെന്താണ്? കൂടുതലും സർക്കാരിൻ്റെ കയ്യിൽ ഷെയർ ഉള്ള ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് വെച്ചാൽ വ്യക്തിയോ ഗ്രൂപ്പോ നടത്തുന്ന ബാങ്ക്. ഇനി സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് മുന്നേ RBIയുടെ റെഗുലേഷൻസ് അനുസരിച്ച് ചെറുകിട ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന പുത്തൻ ബാങ്കുകളാണ് ഈ പറയുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ഉദാഹരണം ഇസാഫ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, കമ്പനികൾ തുടങ്ങുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഗ്രാമങ്ങളെയൊക്കെ സാമ്പത്തികമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വന്നൊരു ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ UPIയും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ബാങ്കാണ്. എല്ലാ ഫംഗ്ഷൻസും കറക്റ്റായിട്ട് വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നിലവിൽ വരുന്നു. റീജിയണൽ റൂറൽ ബാങ്ക്, RRBs എന്ന് പറയും. എന്തായിരിക്കും? ഗ്രാമീൺ ബാങ്കാണ് ഉദാഹരണം. റീജിയൻ ഗ്രാമപ്രദേശങ്ങളിൽ വരുന്നു. ഫോറിൻ ബാങ്ക് ഇന്ത്യയിലല്ല, വിദേശത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ബാങ്ക്. ഇനി ഇവയ്ക്ക് പുറമേ 1990 എന്ന് പറയുന്ന ഒരു വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ പറയുന്ന 90 കഴിഞ്ഞപ്പോഴേക്കാണ്, 91 സമയത്തൊക്കെയാണ് നമ്മളൊരു കാര്യം കൊണ്ടുവരുന്നത്. എന്താണ്? നമ്മൾ ബാങ്കിങ് നയങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മാറ്റി. മൻമോഹൻ സിംഗ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തെ നമ്മൾ ഭയങ്കര സാമ്പത്തിക വിദഗ്ധർ എന്നൊക്കെ വിളിക്കുന്ന ഈ പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നതുകൊണ്ടാണ്. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. ഈ 90 എന്ന് പറയുന്ന വർഷത്തിൽ അതിന് കുറച്ച് ശേഷമൊക്കെ ഒരുപാട് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് മോശമായിപ്പോയി. ഇത് നമ്മുടെ ഇന്ത്യ അതായിട്ടില്ല. അപ്പോൾ അതിന് സഹായിച്ച് കുറേ നയങ്ങളുണ്ട്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ നയങ്ങൾ വന്നതിന് ശേഷം വന്ന കുറേ പുതിയ ബാങ്കുകളുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞാൽ എന്താ പക്ക പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടായിരിക്കില്ല. ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ്ലാൻഡ് ബാങ്ക്. ശ്രദ്ധിക്കണം, ഇതൊന്നും 90-ന് ശേഷം നിലവിൽ വന്നു നല്ല പണ്ടേ ഉള്ള ബാങ്കുകളാണ്. എന്നാൽ അവർക്കെല്ലാം ബാങ്കിങ് ലൈസൻസ് കിട്ടി. അവരൊക്കെ ഒരു മുൻനിര ബാങ്കുകളായിട്ട് വന്നത് 90-ന് ശേഷം എന്ന് മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 1990-ന് ശേഷം വന്ന ബാങ്കുകളാണ്, ഫിനാൻഷ്യൽ റിഫോംസിന് ശേഷം വന്ന ബാങ്കുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. പോയിന്റുകൾ കുറച്ച് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് വിത്ത് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നെ. നമുക്ക് ഈ അടുത്ത് എന്ത് ചെയ്യാം? ബാങ്കുകളുടെ ഫംഗ്ഷൻസിലോട്ട് പോവാം. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്തൊക്കെ ഫംഗ്ഷൻസാണ് ചെയ്യുന്നത്? ഏതൊരു ബാങ്കിൻ്റെ 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസേ ഉള്ളൂ അല്ലേ? ബാങ്കിന് എന്താ ഫംഗ്ഷൻസ്? ഒന്ന്, ആൾക്കാരുടെ കയ്യിൽ നിന്നും എന്ത് വാങ്ങുക? ഡെപ്പോസിറ്റ് വാങ്ങുക. മറ്റൊന്ന് എന്ത് ചെയ്യുക? ആവശ്യക്കാർക്ക് എന്ത് കൊടുക്കുക? ലോണ് കൊടുക്കുക. ഇത് തന്നെയാണ് ബാങ്കിന് പ്രധാനപ്പെട്ട പണി.
അതിൽ ആദ്യത്തെ പരിപാടി നമുക്ക് നോക്കാം, ഡെപ്പോസിറ്റ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. എന്തൊക്കെ തരം ഡെപ്പോസിറ്റുകളാണ് ബാങ്ക് വാങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ എന്തൊക്കെ തരത്തിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫുൾ പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് പറഞ്ഞില്ല. ആദ്യം വരുന്നു സേവിങ്സ് ഡെപ്പോസിറ്റ്. നിങ്ങളൊരു ബാങ്കിൽ ചെന്നിട്ട് സാധാരണ തുടങ്ങുന്ന അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ നിങ്ങളിടുന്ന പൈസയാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് സേവിങ്സ് എന്ന് പറയുന്ന ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള വിഡ്രോവൽസ് ആണ്. അതായത് നമുക്കൊരു ദിവസം എടുക്കുന്ന പൈസയ്ക്ക് ലിമിറ്റ് ഉണ്ട്. മാത്രമല്ല ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുള്ളൂ. 2.something% പലിശയ്ക്ക് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇൻട്രസ്റ്റ് ആയിട്ട് സേവിങ്സ് ഡെപ്പോസിറ്റിന് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ കുടുക്കയിലോ പൈസ ഇട്ട് വയ്ക്കാതെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കൊണ്ടിടുന്നു. അങ്ങനത്തെ ഏറ്റവും ബേസിക്കായ അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവർക്കും ഉള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ദിവസം ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അതായത് അവർക്ക് ബാങ്കിൽ പൈസ ഇടുന്ന എന്തിനാണ്? പൈസ സൂക്ഷിച്ചു വയ്ക്കാനല്ല, അവർക്ക് നടത്തുന്ന ഈ പറയുന്ന ഇടപാടുകൾ അല്ലെങ്കിൽ എന്താണ്, സ്മൂത്തായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടുകളാണ് നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ്, അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് പെർ ഡേ, നോ ഇൻട്രസ്റ്റ് പെയ്ഡ് ആൻഡ് ഓവർഡ്രാഫ്റ്റിനെ പറ്റി ഒന്നുകൂടി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്താ കറണ്ട് ഡെപ്പോസിറ്റ്? ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് ഓരോ ദിവസവും ഉള്ളത്. അപ്പോൾ എനിക്ക് ലക്ഷങ്ങളൊക്കെ ചാക്കിലിട്ടുകൊണ്ട് പോയിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് പൈസ എന്ത് ചെയ്യണം? ബാങ്കിലിട്ട് വെച്ചേക്കണം. അതാകുമ്പോൾ എനിക്ക് ചെക്കൊക്കെ എഴുതി എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ബിസിനസ്സുകാരനാണ്, എനിക്ക് പെട്ടെന്ന് എനിക്ക് പൈസയുടെ ആവശ്യമൊക്കെ വരും. ചിലപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അതായത് ഞാനൊരു ബിസിനസ് ഡീൽ ഉറപ്പിച്ചു ഒരു 50 കോടിക്ക്. എൻ്റെ കയ്യിൽ 48 കോടിയേ ഉള്ളൂ. 2 കോടി രൂപ എനിക്ക് വേണം. ഉണ്ടെങ്കിലേ എനിക്ക് ബിസിനസ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, കച്ചവടം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് എൻ്റെ അക്കൗണ്ടിലുള്ള ബാലൻസിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൽ നിന്ന് അയക്കാൻ പറ്റും. ഇത് ബാങ്കാണ്. നമ്മൾ ഒ ഡി എന്നൊക്കെയാണ് സാധാരണ ഇതിനെ പറയാറ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാതെ ഓടി എടുക്കുക എന്ന് പറയുന്നത് വെച്ചാൽ എന്താ? ഓടിപ്പോയി എടുക്കുക എന്നല്ല. സംഭവം എന്താണ്? എനിക്കിപ്പോൾ ഞാൻ 48 കോടിയുടെ പൈസയാണ്. അപ്പോൾ ബാങ്കിനറിയാം ഞാൻ 48 കോടി കൊടുക്കാൻ കഴിവുള്ള ആളാണല്ലോ. അപ്പോൾ എനിക്ക് 2 കോടി കടം തന്നാൽ ഞാൻ തിരിച്ചടയ്ക്കുമെന്ന വിശ്വാസത്തിൽ ബാങ്ക് എനിക്ക് പൈസ തരും. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ പരിപാടിക്കൊക്കെ ഒരു മുന്നത്തെ ഉണ്ടായിരുന്ന വലിയ സംഭവമാണ് ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റ്, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ സാധാരണക്കാരൻ തുടങ്ങുന്നത് സേവിങ്സ്, പൈസക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ തുടങ്ങുന്നത് കറണ്ട്. അവന് പലിശയുടെ ഒന്നും ആവശ്യമില്ല, ട്രാൻസാക്ഷൻ നടക്കണം. ഇനി വരുന്ന സംഭവമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് നമ്മൾ ടേം ഡെപ്പോസിറ്റ് എന്നും പറയും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ പൈസ ബാങ്കിന് ഏൽപ്പിക്കുന്നു. അതായത് ഈ സമയത്തിനുള്ളിൽ ഞാൻ വന്ന് എടുക്കത്തില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പൈസ സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ ബാങ്കിന് അത് കൂടിയ പലിശയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് തരും. ഒരു സേവിങ്സ് ഡെപ്പോസിറ്റിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ തരും. ഞാൻ പറഞ്ഞു സേവിങ്സിന് ഇപ്പോൾ 2.5% പലിശ തരുവാണെങ്കിൽ ടേം ഡെപ്പോസിറ്റിന് എത്ര തരാം? ഒരു 6-6.5% സാധാരണ ബാങ്കുകൾ എന്ത് ചെയ്യും? പലിശ തരും. അത് ചുമ്മാ തരുന്നതല്ല, കാരണം ഒരു 5 കൊല്ലത്തേക്കൊക്കെ നമ്മൾ പൈസ ഇടുന്നത്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഏറ്റവും മിനിമം 6 മാസമാണെന്ന് തോന്നുന്നു. മിനിമം സമയത്തിലേക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടാണ് പൈസ ഇടുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പൈസ എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. ഇനി ചോദിച്ചാൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പെനാലിറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പെനാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു 2 വർഷത്തേക്ക് ഞാൻ ഇട്ട് 1.5 വർഷമായപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് ആവശ്യമുണ്ട് പൈസ തരണമെന്ന് പറഞ്ഞാൽ അവർ പറയും എന്നാൽ ശരി സാറേ, പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ 2.5% പലിശയെ തരുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കും അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞേ? 6.5 തരുമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ പറയും 6.5 തരും എപ്പോൾ? നമ്മൾ പറഞ്ഞ 2 കൊല്ലത്തിന് ശേഷം എടുത്താൽ. മുന്നേ എടുത്താൽ എത്രയാണ്? 2.5 സേവിങ്സിൻ്റെ പലിശ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ആകുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ക്വാർട്ടർലി ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ പൈസ നമുക്ക് കിട്ടാറ്. ഇനി മറ്റൊന്നാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും, RD എന്ന് പറയും. അപ്പോൾ ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. റെക്കർ ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസവും പൈസ എന്ത് ചെയ്യും? ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ട് ഒരുമിച്ചിടാനൊന്നും നമ്മളെ പൈസ ഇല്ല. എന്നാൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കാശ് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ആ കാശ് ഇട്ടിട്ട് ഓരോ മാസവും എന്ത് ചെയ്യും? കുറച്ച് കാശ് ആദ്യമേ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു 500 രൂപയുടെ RD ആണെങ്കിൽ മാസം 500 രൂപ, 1000 രൂപയുടെ ആണെങ്കിൽ മാസം 1000 ഇട്ടിട്ട് നമ്മൾ 5 കൊല്ലം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നല്ലൊരു തുകയാവും. അതിന് ഈ പറയുന്ന സേവിങ്സിനേക്കാൾ കൂടുതലും എന്നാൽ ഫിക്സഡിനേക്കാളും കുറച്ചും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പലിശ നമുക്ക് കിട്ടും. സോ ഫിക്സഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് റെഗുലർലി ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹയർ ദാൻ സേവിങ്സ് ആണ്, പക്ഷേ ലോവർ ദാൻ എന്താണ്? FD ആണ്. അത് മനസ്സിലായി കാണുമല്ലോ. മെച്യൂരിറ്റി ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പൈസ മൊത്തത്തിൽ ക്യുമുലേറ്റ് ചെയ്ത് കയ്യിൽ കിട്ടും. ഇതാണ് പലതരം ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് എക്സാമിന് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യുന്നു, ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ട ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി മിനിമം ഒരു അറിവ് ഉണ്ടാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ, നമ്മൾ സാധാരണ തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട്. അവിടെ നമുക്ക് ചെറിയ പലിശയെ കിട്ടുകയുള്ളൂ. പ്രധാനമായിട്ടും പൈസ അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ, നമുക്ക് എത്ര രൂപ വിഡ്രോ ചെയ്യാം, എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ പറയുന്നത് ലിമിറ്റ് ഉണ്ട്. ഇടുന്നത് കുഴപ്പമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും കൊണ്ടിടാം. കറണ്ട് എന്ന് പറയുമ്പോൾ ആർക്കാണ്? കറണ്ട് ഡെപ്പോസിറ്റ് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഡെയിലി അവർക്ക് ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് ഉണ്ട്, അത് ബാങ്ക് വഴി നടത്താൻ വേണ്ടിയിട്ടാണ്. ഇൻട്രസ്റ്റ് ഒന്നും അതിൽ കിട്ടാറില്ല. എന്നാൽ നല്ല ബാങ്കുകൾ, നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാങ്കുകൾ തരാതിരിക്കാം. ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഇടുന്നു. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് FDക്കാണ്. പക്ഷേ നേരത്തെ ക്ലോസ് ചെയ്താൽ പലിശ കുറയും. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചെറിയ എമൗണ്ട് മാസം അടച്ചു പോകുന്നു, ചിട്ടി കിട്ടുന്ന പോലത്തെ ഒക്കെ ഒരു പരിപാടിയാണ്. പക്ഷേ പൈസ അവസാനമേ കിട്ടത്തുള്ളൂ. പക്ഷേ സേവിങ്സിനേക്കാളും കൂടുതലായിരിക്കും, എന്നാൽ FDയേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പരിപാടി. എന്തുവാണ്? ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ വായിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോയിന്റുകളെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഞാൻ അവിടെ ചുരുക്കി തന്നേക്കുന്നത്. ഫുൾ വായിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല സമയം വേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്ത ബാങ്കിൻ്റെ ജോലി എന്താണ്? ഇവിടെ ഒരു ചോദ്യം കിടക്കുന്നു. വൈ ഡു ബാങ്ക് ഓഫർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ദാൻ ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ്? ഇതിൻ്റെ ഉത്തരം ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ല, എന്താ സംഭവം? ഓക്കെ, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സിനേക്കാളും എന്തുകൊണ്ടാണ് ഫിക്സഡിന് പൈസ കൊടുക്കുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞു. കാരണം ഫിക്സഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം 5 കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് പൈസ വാങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് 1 കൊല്ലത്തിനകത്ത് ഈ പൈസ കണ്ണും പൂട്ടി എന്ത് കൊടുക്കാം? ലോണായിട്ട് കൊടുക്കാം. പക്ഷേ സേവിങ്സ് ആണെങ്കിൽ എങ്ങനെയാണോ? അല്ല, ഇതിപ്പോൾ ഞാൻ നാളെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പിടികിട്ടിയോ? ലോജിക്ക് പിടികിട്ടിയോ? ഞാനിപ്പോൾ നാളെ വന്ന് പൈസ തിരിച്ചു ചോദിച്ചാൽ ബാങ്കിന് എനിക്ക് തരണം. അപ്പോൾ എൻ്റെ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ലോൺ കൊടുത്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോൺ കൊടുത്ത് അടിപൊളിയായിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്നത് FDയിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നത്. അടുത്ത പരിപാടിയാണ് ലോൺ, ലെൻഡിങ് ലോൺസ്. ഇതും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബാങ്കുകൾ എന്ത് ചെയ്യും? വ്യക്തികൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. ഓക്കെ, അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന സത്യത്തിൽ ആരാണ്? ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഡെപ്പോസിറ്ററിനും ബോറോവറിനും ഇടയിലായിട്ട്. ഇത് ഞാൻ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനം. ഇവിടെ സേഫായിട്ട് ലോക്കറും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കാശ് നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. നമ്മളെ കയ്യിലുള്ള കാശിനെ ബാങ്ക് ആർക്ക് കൊടുക്കും? ആൾക്കാർക്ക് കൊടുക്കും, ലോണായിട്ട് കൊടുക്കും. ഇനി ബാങ്കിന് തിരിച്ച് ചിലപ്പോൾ കൊടുക്കേണ്ടത് എത്രയായിരിക്കും? 10% പലിശയായിരിക്കും. എന്നാൽ ബാങ്ക് നമുക്ക് എത്രയേ തരത്തുള്ളൂ? 5% തരത്തുള്ളൂ. ബാങ്കിന് എത്ര കിട്ടി? 5% കിട്ടി. അപ്പം നമ്മളെ സ്വന്തം കാശാണോ ബാങ്ക് കൊടുത്തല്ല, നമ്മളെ കാശ് കണ്ടവന് കൊടുത്ത് കാശ് ആര് വാങ്ങും? ബാങ്ക് വാങ്ങും. സോ അതിനാണ് ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞെങ്കിലും പണിയുണ്ട് എൻ്റെ പുറകിൽ ഒരുപാട്. ഓക്കെ, പക്ഷേ അപ്പം ആലോചിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ബാങ്ക് എടുത്ത് ലോൺ കൊടുത്തു, ഞാൻ നാളെ ഒന്ന് തിരിച്ചു ചോദിച്ചാൽ ബാങ്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇതാണ് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ബാങ്കിന് എല്ലാ പൈസയും എടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. കുറച്ച് പൈസ അവർ എന്ത് ചെയ്യണം? റിസർവായിട്ട് സൂക്ഷിക്കണം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. ഈ പറയുന്ന റിസർവായി സൂക്ഷിക്കേണ്ട എമൗണ്ട് എത്രയാണെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ? റിസർവ് ബാങ്കാണ്. അത് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ബാങ്കിനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതാണ് സംഭവം. സോ ഒരു മിനിമം എമൗണ്ട് ഒരു റിസർവായിട്ട് വെച്ചേക്കണം. ഇനി ഞാൻ പറയും ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ഓൺ ലോൺ അല്ലെ, ലോണിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് ആരെക്കാളും? ഡെപ്പോസിറ്റിന് കിട്ടുന്നതിനേക്കാളും. അപ്പോൾ ഇതിനിടയിലുള്ള മിച്ചം ഉണ്ടല്ലോ, മിച്ചം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ FDക്ക് എടുക്കുന്നതിൽ നിന്നും ബാക്കി വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. ഏറ്റവും നന്നായി സ്പ്രെഡ് കിട്ടുന്ന ബാങ്കുകൾ നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ സ്പ്രെഡ് എന്ന് വെച്ചാൽ എന്താ? ഈ കാണുന്ന 5%-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്രെഡ് ഓഫ് ദ ബാങ്ക് എന്ന് വിളിക്കുന്നത്. കാരണം 10 കൊടുത്തു, നമുക്ക് 5 വന്നാൽ മതി, 5 ആർക്ക് കിട്ടി? ബാങ്കിന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ പരിപാടികൾ. ഓക്കെ, ലോൺസ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 4 പോയിന്റിൽ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. സോ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് വരുന്നതാണ് അതർ ഫങ്ഷൻസ് ഓഫ് ദ ബാങ്ക്. ഇപ്പോൾ പറഞ്ഞതല്ലാതെ ബാങ്ക് വേറെ എന്തൊക്കെ പരിപാടിയാണ് ചെയ്യുന്നത്? ബാങ്ക് എന്തൊക്കെ ചെയ്യും? ഒന്ന്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM, ലോക്കർ സർവീസൊക്കെ തരുന്നത് ആരാണ്? ബാങ്കുകളാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നു ക്രെഡിറ്റ് കാർഡ്. എന്താ ക്രെഡിറ്റ് കാർഡ്? സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടോ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യും? ബാങ്ക് ആദ്യമേ കുറച്ച് പൈസ തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. എത്ര രൂപയുടെ ക്രെഡിറ്റ് കാർഡാണ്? 50,000 രൂപയുടെ. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തുവാടാ? 50,000 രൂപയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഈ 50,000 രൂപ എൻ്റെ അക്കൗണ്ടിലില്ല, ബാങ്ക് എനിക്ക് തരുന്നതാണ്, കടമായിട്ട് തരുന്നതാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടമായിട്ട് തരുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ചിലവാക്കിയിട്ട് അടുത്ത മാസം ആദ്യം ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ 50,000 തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കടമായിട്ട് തരുന്നു അല്ലേ.
റീപേയ്മെൻറ്റ് ലേറ്റർ വിത്ത് ഓർ വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അത് ഡിപ്പെൻഡ് ചെയ്യും, എന്ത് വാങ്ങുന്നു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ കൃത്യം അടച്ചു പോയ പലിശ ഇല്ലാതെ തന്നെ നമുക്കത് കടമായിട്ട് കിട്ടുന്ന പോലത്തെയാണ്. സോ നോക്കിയും കണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ക്രെഡിറ്റ് കാർഡ് അടിപൊളി സാധനമാണ്. പക്ഷേ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേണം വേണ്ടാത്തൊക്കെ വാങ്ങിച്ചു കൂട്ടി കടം കയറാറാണ് പതിവ്. ഇനി ഡെബിറ്റ് കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് നമുക്കൊരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അതാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുമായിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ATM സർവീസസ് അറിയാലോ, 24 മണിക്കൂർ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം, ബാലൻസ് അറിയാം, പൈസ ഇപ്പോൾ അങ്ങോട്ട് ഇടാനും പറ്റും, അല്ലേ? ക്യാഷ് ഡ്രോപ്പ് മെഷീൻസ് ഉണ്ട്, CDMs ഉണ്ട്. ഇനി ലോക്കർ ഫെസിലിറ്റി എന്താണ്, നമ്മുടെ കയ്യിലുള്ള വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ബാങ്ക് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാശൊക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ചേക്കല്ലേ. അപ്പം നമ്മുടെ സ്വർണ്ണവും സാധനമൊക്കെ ബാങ്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂക്ഷിച്ച് വയ്ക്കാൻ ചെറിയൊരു പൈസ നമ്മൾ ബാങ്കിന് കൊടുത്താൽ മതി. ഓക്കെ, വാല്യൂബിൾ ആയിട്ടുള്ള ജ്വല്ലറീസും ഡോക്യുമെൻറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറ്റും. ഇതിനാണ് ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. തെറ്റല്ലേ? അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ബാങ്ക് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ബാങ്ക് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മതിയോ, അതോ അടുത്ത പാർട്ടിൽ ബാങ്ക് ആൻഡ് ടെക്നോളജി പറഞ്ഞാൽ പോരെ? കാരണം അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നല്ലത്, കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ബാങ്ക് ആൻഡ് ടെക്നോളജി നമുക്ക് പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.